അങ്കിള് തുറന്നു പറയാ, കീർത്തിയുടെ അവളുടെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടോ? എന്റെ മകൻ ഇമേജ് നോക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കീർത്തിക്ക് ഭീഷണിയില്ല. അവളുടെ ജീവൻ എടുക്കാനൊന്നും അവൻ സമ്മതിക്കില്ല. പക്ഷേ കീർത്തി മോളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യം അതെനിക്ക് ഉറപ്പു പറയാൻ പറ്റില്ല. ഇതൊക്കെ എനിക്ക് വേണമെങ്കിൽ അളിയനെ അറിയിക്കാം. പക്ഷെ ഞാനങ്ങനെ ചെയ്താൽ കീർത്തി മോൾക്ക് അതിന്റെ ദോഷം. അളിയൻ വീട്ടിലില്ലാത്തപ്പോ അവൾക്ക് കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതും ഞാൻ തന്നെ കാണണ്ടേ മോളെ? ഇതൊന്നും എനിക്ക് എന്റെ വീട്ടിലും പറയാൻ പറ്റില്ല അങ്കിൾ. അച്ഛനും അമ്മയൊക്കെ കീർത്തിക്കൊരു നല്ല ജീവിതം കിട്ടിയതിന്റെ സന്തോഷത്തില. അവിടുത്തെ സിറ്റുവേഷൻ അറിഞ്ഞ അവർ തകർന്നു പോവും. ഈ ഒരു വിചാരം കൊണ്ട് തന്നെ കീർത്തി മോളും എല്ലാ സങ്കടവും മനസ്സിൽ അടക്കി പിടിക്കുന്നത്. മോളെ മോളെ നീ എന്താ കരയാണോ? ആരാ ഫോണില്? അത് പിന്നെ കീർത്തിയുടെ വീട്ടിലെ സദാശിവൻ അങ്കിളാ. ഓരോന്ന് പറഞ്ഞപ്പോ ഞാൻ അറിയാതെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതാ. മോളെ, ഇതെന്റെ അടുത്ത കൂട്ടുകാരനാ ശിവാനന്ദൻ. ഹലോ. മോളെ, ഒരു ചായ എടുത്ത് ശിവന്റെ കയ്യിലോട്ട് കൊടുക്കുന്നേ. അകത്തേക്ക് പോകാൻ എന്താ ഇത്ര തിടുക്കം? അമ്മ കൂടി വന്നിട്ട് പോവാന്നേ. അതുവരെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നിൽക്കുന്നേ.